നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ചെറിയ റീഡിംഗ് എടുക്കുകയാണെന്ന്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് വെച്ചത്, ഇങ്ങനെ ഇടയിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, സോ സോഡ് ആൻഡ് റോസ് കാണുന്നതിൻ്റെ ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത്. ഓക്കെ, ഐ തിങ്ക് ഇത് കുറച്ച് ദിവസം 2 ദിവസം മുമ്പും ഐ തിങ്ക് ഇത് ഈ ഡെക്ക് യൂസ് ചെയ്തപ്പോൾ വന്നാൽ തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സത്യങ്ങൾ മനസ്സിലാവും എന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഓക്കെ, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ആൻഡ് ഇവിടെ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഐ തിങ്ക് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ഇവിടെ റോസ് ഉണ്ട്. ഓക്കെ, സോഡ് നമ്മൾ സത്യങ്ങൾ, ട്രൂത്ത്, പെയിൻഫുൾ എന്ന രീതിക്ക് എടുത്താലും ഇവിടെ റോസും ഉണ്ട്. സോ അതുകൊണ്ട് എവിടെയോ കാര്യങ്ങൾ ആക്ച്വലി മുന്നോട്ട് നല്ലതാവാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, സോ മുന്നോട്ട് നല്ലതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്, കാരണം റോസ് കൂടി ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു പെയിൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ഒരു സന്തോഷവും വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ കാര്യങ്ങൾ ആദ്യം ഒരു അല്പം നമ്മളെ വേദനിപ്പിച്ചാലും പിന്നീട് ഒരു സന്തോഷം വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഷിപ്പ് ഉണ്ട്. യെസ്, കട്ടിംഗ് ടൈസ്, മൂവിങ് ഓൺ, റിസീവ് വാട്ട് യു നീഡ്. ഓക്കെ, ഇത് മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം, ഒരു ഡിസിഷൻ. ആക്ച്വലി സോഡ് പറയുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന രീതിക്കും പറയാം അല്ലേ, നമ്മളൊരു തീരുമാനം, ഉറച്ച തീരുമാനം. സോ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, മൂവിങ് ഓൺ എന്ന് പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കുന്നതായിരിക്കാം, നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കാം. ഇല്ല, എനിക്ക് ഇനി ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്, ഞാനിത് വിട്ട് കളയാണ് എന്ന രീതിയിൽ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ റിസീവ് വാട്ട് യു നീഡ് എന്ന് പറയുന്നുണ്ട്. സോ ഇത് നിങ്ങൾ അങ്ങനെ വിട്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ, വിട്ടുപോകാൻ കട്ടിങ് ടൈസ്, മൂവിങ് ഓൺ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തോ നിങ്ങൾക്ക് കിട്ടും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ നിങ്ങൾക്ക് നല്ലത് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ എന്തുമാവാം, ചിലപ്പോൾ ഈ ബന്ധം തന്നെ ബെറ്റർ ആവുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന രീതിക്കും ആവാം. ഓക്കെ, സോ യൂണിവേഴ്സ് പറയുന്ന ഐ തിങ്ക് നിങ്ങളോട് ഇപ്പോൾ പറയുന്ന ഒരു മൂവിങ് ഓൺ നല്ലതിനാണ്. ബിക്കോസ് ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് തന്നെ ആയാലും ഒരു നല്ലത് മുന്നോട്ട് വരും. അതായത് ഒന്നുമില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് നല്ലതായിട്ട് വരും, ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് എവിടെയോ നിങ്ങൾ ഈ ഇപ്പോൾ ഒരു മൂവിങ് ഓൺ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടായാലും ഒരു മൂവിങ് ഓൺ എനർജി കുറച്ച് ആവശ്യമാണ് എന്നാണ്. ആൻഡ് ഓൾഡ് സ്കൂൾ ഔട്ട്ഡേറ്റഡ് തിങ്കിങ്, കണ്ടീഷനിങ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലും ആവാം, രണ്ടും ആവാം. ഇവിടെ നിങ്ങൾ ഒരുപാട് പഴയ കാര്യങ്ങളെക്കുറിച്ച് രണ്ടുപേരും ഓർക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. സോ മേ ബി ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ മെമ്മറീസ് ആയിരിക്കാം. ഓക്കെ, മെമ്മറീസ് അല്ലെങ്കിൽ ഇതിൽ കുറച്ച് കൂടുതൽ ഇവിടെ നമ്മൾ ഒരു ഓൾഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പറയില്ലേ, ഒരു എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ ഓർത്ത് കൂടുതൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ പെട്ട് കിടക്കുന്ന പോലെയാണ്. ഈ കാസറ്റ് കേട് വന്നിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു നമ്മൾ പറയും പഴയ കാസറ്റ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന, പൊട്ടിയ കാസറ്റ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ആ ഒരു തരത്തിലാണ്. അപ്പോൾ എവിടെയോ ഒരു രണ്ടുപേരുടെ മനസ്സിലും ഐ തിങ്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിലുണ്ടായ സംഭവങ്ങൾ, എന്തെങ്കിലും പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് മേ ബി മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടാവാം. ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, അതിനെ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ടാവാം. ഓക്കെ, പാസ്റ്റ് ഈവൻസ് ആർ സ്റ്റിൽ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. സോ അതിൽ നിന്ന് എന്തോ ഒരു മാറ്റം, ഒരു ആവശ്യമാണ് ഇവിടെ. പിടിച്ചാൽ ഓക്കെ, ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ്, സർപ്രൈസ് ഇൻവിറ്റേഷൻ. ഞാൻ അതാ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചിലത് നിങ്ങൾ വിട്ടുകളയുന്നത്, മേ ബി വിട്ടുകളയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പാസ്റ്റിൽ ഉണ്ടായ സംഭവങ്ങളെ വിട്ടുകളയുന്നതായിരിക്കാം, വേദനിപ്പിച്ച കാര്യങ്ങളെ നമ്മളൊന്ന് മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. കാരണം ഇവിടെ വീണ്ടും ക്യൂപ്പിഡ്സ് ആരോ ആണ് വരുന്നത്. സോ യെസ്, ലവ് ഇസ് കമ്മിങ് എന്നാണ്. ഓക്കെ, നിങ്ങൾ പേഴ്സണുമായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു സിറ്റുവേഷൻ മാറുന്ന രീതിക്ക് കാണുന്നുണ്ട്, കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് വരുന്ന രീതി കാണുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ പുറകിലായിട്ടും കുറച്ച് കാര്യങ്ങൾ മാറാനും ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ മേ ബി ഒരു ടെമ്പററി സെപ്പറേഷൻ ആവശ്യമായിരിക്കാം. ആ ടെമ്പററി സെപ്പറേഷൻ വന്നു കഴിയുമ്പോൾ മേ ബി മുന്നോട്ട് നിങ്ങളെ കുറച്ചുകൂടി വീണ്ടും ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടിയാണ്. ഓക്കെ, ഇവിടെ യെസ്, ലവ് ഇസ് കമ്മിങ് എന്ന് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. സോ മേ ബി ഈ സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേറെ ഏതെങ്കിലും പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാവാം, അങ്ങനെയാവാം. കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. കുറേ പേർക്കൊക്കെ നിങ്ങളുടെ ഈ പഴയ കാര്യം തന്നെ ഒന്ന് നിങ്ങൾ ക്ലീൻ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഒന്ന് മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ഐ തിങ്ക് മുന്നോട്ട് കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ളൊരു സാധ്യമാണ്. സോ ഐ തിങ്ക് ഇവിടെ ഈ സത്യങ്ങൾ വരുമ്പോൾ കുറച്ച് ഐ തിങ്ക് പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ക്ലിയർ ഔട്ട് ആവാനുണ്ട് ഇവിടെ. ടെഡി ബെയർ, ഇൻട്രസ്റ്റഡ് ഇൻ യു, ബ്ലൂമിങ് റൊമാൻസ്. ഓക്കെ, യെസ്, ഇത് ഒന്നുമില്ലെങ്കിൽ പുതിയ പേഴ്സൺ ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക്, നിങ്ങൾ കുറച്ച് പേര് ടോട്ടലി നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ട് മാറുകയാണെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ വരും, അല്ലെങ്കിൽ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരും, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി ഇവിടെ നമുക്ക് ലാസ്റ്റിലേക്ക് അങ്ങനെയാണ് വന്നത്. സോ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരും, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഒരു ചെറിയൊരു ടെമ്പററി സെപ്പറേഷനും എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് അതിനുശേഷം പക്ഷേ ഒരു റിയൂണിയൻ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു സ്നേഹം കിട്ടുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ബന്ധം, നല്ലൊരു ബന്ധം നിങ്ങൾക്ക് വരുന്ന പോലെ. അതിപ്പോൾ വേറെ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഈ ബന്ധം തന്നെ ആയിരിക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഒരു 11 ലാസ്റ്റ് കാർഡ് ആവശ്യമില്ല, എന്നാലും
ഓക്കെ പോക്കർ ഫേസ് യെസ് ഇവിടെ ടേക്കിംഗ് എ ചാൻസ് റിസ്ക് ആൻഡ് ഓപ്ഷൻസ് നോട്ട് ഷോയിങ് ഹാൻഡ്. ഓക്കെ ഇവിടെ ഒരു റിസ്ക് ആണ് ഐ തിങ്ക്. ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് നിങ്ങളോട് തുറന്ന് ഫീലിങ്സ് പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അവരും പക്ഷേ റിസ്ക് എടുത്തിട്ട് ഐ തിങ്ക് ഒരു മുന്നോട്ടൊരു എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു മാറ്റം വരുത്താനുള്ള ചാൻസസ് ആണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ അവർ നിങ്ങളോടൊന്നും പറയുന്നില്ല, ഐ തിങ്ക് ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നില്ല. അതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ. ബട്ട് ഐ തിങ്ക് ക്ലാരിറ്റി വരും. ഓക്കെ കൺഫ്യൂഷൻ മാറും. എനിവേ മുന്നോട്ട് ഐ തിങ്ക് നമുക്കിവിടെ ഒരു എന്തായാലും കണ്ടത് ഇവിടെ ലവ് ഇസ് കമ്മിങ് എന്ന രീതിക്കാണ്. സോ അതിപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ ഒരു സ്നേഹം തരുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ സോ യെസ് നമ്മുടെ സിറ്റുവേഷൻസിൽ മാറ്റങ്ങൾ വരട്ടെ. എന്തായാലും നമുക്ക് പ്രതീക്ഷ കാത്തിരിക്കാം. എല്ലാവർക്കും നല്ല ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.